10 ദിവസമാണ് നിങ്ങൾക്കുള്ള സമയം. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഈ 10 ദിവസത്തിനുള്ളിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കൂ എന്നാണിപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ സമയം അടുത്തിരിക്കുന്നു. സംശയിക്കപ്പെടുന്ന വിദേശികൾ 10 ദിവസത്തിനുള്ളിൽ പൗരത്വം തെളിയിക്കണമെന്നാണ് അസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 1950 മൈഗ്രന്റ് നിയമപ്രകാരമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ആസാം മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് ജില്ലാ കമ്മീഷണർമാർ 10 ദിവസത്തെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ ഒരാൾക്ക് പൗരത്വം തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ നിയമപരമായി നാട് കടത്താൻ ഉത്തരവിടും എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുതിയ SOP പ്രകാരം സംശയിക്കപ്പെടുന്ന വിദേശികൾക്ക് 10 ദിവസത്തിനുള്ളിൽ പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകാൻ ജില്ലാ കമ്മീഷണർമാർക്ക് അധികാരമുണ്ടെന്നും മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു. അവർ പരാജയപ്പെട്ടാൽ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പുറത്താക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഇനി അത്തരം കേസുകൾ ഫോറിൻ ട്രൈബ്യൂണലിന് പകരം ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാരിലേക്ക് നേരിട്ട് പോകാനുള്ള ഒരു വമ്പൻ നീക്കവും അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്? അദ്ദേഹം ഒരു ബൈറ്റിലല്ല ഈ കാര്യം പറഞ്ഞത്, ജനങ്ങൾക്കിടയിലല്ല പറഞ്ഞത്, മാധ്യമങ്ങളോടല്ല പറഞ്ഞത്. അദ്ദേഹം നിയമസഭയിലാണ് ഈ കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് ഈ കാര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ വർഷം ജൂണിൽ അസം സർക്കാർ IEAA 1950 നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ശർമ്മ നിയമസഭയിലാണ് പ്രഖ്യാപിച്ചത്. 71 മാർച്ച് 24 ശേഷം അസമിൽ പ്രവേശിച്ചവരെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ ആയി കണക്കാക്കുമെന്ന സുപ്രീം കോടതിയുടെ 2024 ഒക്ടോബറിലെ വിധിയും അദ്ദേഹം ഇക്കാര്യത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളത് നമ്മൾ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. SOP നടപ്പിലാക്കുന്നത് വിദേശ ട്രൈബ്യൂണലുകളുടെ പങ്ക് കുറയ്ക്കും. ഒരാൾ വിദേശിയാണെന്ന് കണ്ടെത്തിയാൽ ഡെപ്യൂട്ടി കമ്മീഷണർ 10 ദിവസത്തിനുള്ളിൽ പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകുമെന്നും ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ആ വ്യക്തി പരാജയപ്പെട്ടാൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഉടനെ തന്നെ നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അയാളെ ഒരു തടങ്കൽ കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്യും. അവിടെ നിന്ന് BSF അയാളെ ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ അയക്കും. ഇതാണ് നിലവിലത്തെ നടപടിക്രമം എന്ന് പറയുന്നത്. നെഹ്റു IEAA 1950 നിയമം നടപ്പിലാക്കിയെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വിദേശ ട്രൈബ്യൂണലുകളെ മറികടന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സങ്കീർണമായ കേസുകൾ മാത്രം ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുകയാണ്. കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം തടയുന്നതിനായി ജവഹർലാൽ നെഹ്റു സർക്കാർ 1950 ഈ IEAA നിയമം നിർമ്മിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.